പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ്. ഈ ഒരു ബിരിയാണിക്കകത്ത് തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നൊരു വീഡിയോയും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഞാനിപ്പം ഏകദേശം 1 കിലോയോളം ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് എല്ലും കൂടി ചേർന്ന ബീഫാണ് എടുത്തേക്കുന്നത്. എപ്പോഴും നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വാരിയലിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ ഏറ്റവും നല്ലത് കഴിക്കാനും ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കാനും നല്ലത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാല ആദ്യം നമുക്കൊന്ന് പുരട്ടി വെക്കണം. അതുപോലെ തന്നെ ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. അതും ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പം ഏകദേശം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു വലിയ തുടം വെളുത്തുള്ളിയും ഒരു 7-8 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതിന് ശേഷമാണ് പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. കാരണം എന്ന് വെച്ചാൽ പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചതഞ്ഞ് കിടക്കുന്നത് കാണണം. മാത്രമല്ല അങ്ങനെ ഇരിക്കുന്നതാണ് ഈ ഒരു ബിരിയാണിക്കും നമുക്ക് കാണാനും ഒരു ഭംഗി. പിന്നീട് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പച്ചമുളക് ഇങ്ങനെ കിടക്കും. ഇനി നമുക്കിത് നന്നായിട്ടിങ്ങനെ ഒന്ന് കൈ കൊണ്ട് മസാലയൊക്കെ പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എപ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പം എല്ലുള്ള കഷ്ണങ്ങൾ വാങ്ങിക്കുന്നതാണ് നല്ലത്. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്തെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്തത്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും വളരെ കുറച്ചാണ് കേട്ടോ ചേർത്തത്. ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പച്ചമുളകൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിങ്ങനെ കൈകൊണ്ട് മസാല പുരട്ടി നന്നായിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി യോജിച്ച് ഒരു അരമണിക്കൂറോളം നമ്മളിത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് അപ്പോഴത്തേക്കും അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഞാനിപ്പം കൈമാരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് 1 കിലോ ബിരിയാണിയുടെ പാക്കറ്റാണ് നമ്മൾ വാങ്ങിയത്. പക്ഷേ ഇത്രത്തോളം അരി ഞാൻ എടുക്കുന്നില്ല. 3 ഗ്ലാസ് അരിയേ എടുക്കുന്നോളെ. എപ്പോഴും പറയുന്നത് 1 കിലോ ബിരിയാണിക്ക് 1 കിലോ ചിക്കൻ അല്ലെങ്കിൽ 1 കിലോ ബീഫ് അല്ലെങ്കിൽ 1 കിലോ മട്ടൺ, ആ ഒരു കണക്കാണ്. പക്ഷേ നമ്മളിപ്പോൾ വീട്ടിൽ എപ്പോൾ ഞാനും ഉണ്ടാക്കിയാലും നമ്മൾ അരി എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ചിക്കനും ബീഫും ഒക്കെ എടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലാകുമ്പം ചെയ്യുമ്പം കുറച്ച് കൂടുതൽ മസാല എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും. കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി. രണ്ടാമത് റൈസിനേക്കാളും കുറച്ച് കൂടിയൊക്കെ മസാല ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുക്കറിലേക്ക് ഞാനിവിടെ ഏറ്റവും ലാസ്റ്റത്തെ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ കൊഴുപ്പിൻ്റെ ഭാഗങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇനി ഒരു 8 മുതൽ 9 വിസിൽ വരെ കേൾപ്പിച്ചെടുക്കാം. അത് അപ്പുറത്തെ ഗ്യാസിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് നെയ്ച്ചോറിൻ്റെ പരിപാടി ശരിയാക്കി എടുക്കാം. അപ്പോൾ വലിയൊരു ബിരിയാണി പോട്ട് അടുപ്പി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ വിതറാനുള്ള ആ ഒരു സവോള മൊരിയിച്ചതും അതുപോലെ തന്നെ കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എല്ലാം ഞാൻ മൂപ്പിച്ചെടുക്കുവാണ്. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ മിക്കവാറും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്താൽ വേറെ ഒരു ചീനിച്ചട്ടി അല്ലെങ്കിൽ വേറെ ഒരു കുഞ്ഞ് കടായോ അല്ലെങ്കിൽ പാനോ ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ ഒരു പാത്രത്തിനകത്തിട്ട് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ സവോളയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ സവാള അതുപോലെ കശുവണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ ബീഫ് ബിരിയാണിക്കാണെങ്കിൽ ഒരുപാട് ഡാർക്ക് കളർ ആകരുത്. കാരണം ബീഫിന് തന്നെ ഒരു ചെറിയൊരു ഡാർക്ക് കളർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ചിക്കൻ ബിരിയാണി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കിസ്മത്ത് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ചൊന്ന് ഡാർക്ക് കളറാക്കി എടുക്കണം. സവാള ആയാലും ശരി, അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പായാലും ഉണക്കമുന്തിരി ആയാലും ഒക്കെ കുറച്ചൊരു ഡാർക്ക് കളറാക്കി എടുക്കണം. കാരണം ചിക്കൻ്റെ പീസസ് എന്ന് പറയുന്നത് കുറച്ച് വൈറ്റ് കളറാണ്, അതുകൊണ്ടാണ്. അങ്ങനെ കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും സവോളയൊക്കെ മൊരിയിച്ച് ഞാനത് മാറ്റി വെക്കുവാണ്. ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഇനി ഇതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. ഇനി ഹോൾ സ്പൈസസ് നമുക്ക് ആ ഒരു പാത്രത്തിൽ ആ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച പാത്രത്തിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ ബേ ലീഫ് എല്ലാം എടുത്തിട്ടുണ്ട്, തക്കോലം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പെരിഞ്ജീരകത്തിന് പകരം നല്ല ടേസ്റ്റ് കിട്ടുന്നത് സാജീരകമാണ്. അപ്പോൾ എൻ്റെ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ പെരിഞ്ജീരകം എടുത്തത്. നിങ്ങൾക്കത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ല മണം വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പകുതി സവോള
അതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടി ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഈ ഉള്ളിയൊക്കെ നന്നായിട്ടിങ്ങനെ ഒന്ന് മൂത്ത് ഒരു മണം വരണം. ഒരുപാട് കളറ് മാറരുത്, എങ്കിൽ ആ റൈസിൻ്റെ കളറ് മാറിപ്പോവും. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടിങ്ങനെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. വേണം എന്നുണ്ടെങ്കിൽ ഒരു പകുതി ക്യാരറ്റൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ സാധാരണ നെയ്ച്ചോറ് നമ്മൾ ഉണ്ടാക്കുന്നതിനാണെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇതേപോലെ നോൺ വെജ് ബിരിയാണി ആണെങ്കിൽ ക്യാരറ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമ്മൾ നേരത്തെ കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നെയ്ച്ചോറിൻ്റെ ആ ഒരു ബിരിയാണി അരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പം ചേർത്ത് കൊടുത്തത് രംഭയിലയാണ്. അത് കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു റൈസിനൊക്കെ തരുന്നത്. അതൊന്ന് ചുരുട്ടി കെട്ടിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ അതെന്തായാലും അഴിഞ്ഞ് പോകും, അത് കുഴപ്പമില്ല. ഇനി ഈ റൈസിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളൊരു മീഡിയം തീയിലിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പം എന്നിട്ട് നമ്മൾ നോക്കുമ്പം അരി ഒന്ന് ചെറുതായിട്ട് പൊട്ടുന്നൊരു സൗണ്ട് വരും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആ വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമുറി ചെറുനാരങ്ങ കുരുവൊക്കെ കളഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് തോടോടുകൂടി അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ചെറുനാരങ്ങ ചേർക്കുമ്പം ആ ഒരു തോടും കൂടി അതിലേക്കൊരു 8 മിനിറ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണമാണ് കേട്ടോ ആ റൈസിന് കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പ് രസം വരും ആ തോടിൻ്റെ. ഒരുപാട് സമയമൊന്നും ഇട്ടേക്കണ്ട. അപ്പം ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് മതി ഈ ഒരു റൈസ് നന്നായിട്ട് പാകത്തിലായി കിട്ടാനായിട്ട്. ഇടയ്ക്ക് നമ്മൾ ഒന്ന് മാറ്റി അടപ്പൊക്കെ മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊരു സിമ്മിൽ നമ്മളിനി ഒന്ന് വെച്ചിരുന്നാൽ മതി. കാരണം ആ ചെറിയ തീയിലിരുന്ന് വേണം റൈസ് ബാക്കി ഒന്ന് കുക്കായിട്ട് വരാനായിട്ട്. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദേ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നേക്കാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെതറി കൊടുത്താൽ മതി, ഗ്രേറ്റ് ചെയ്തിട്ട്. വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ മുകളിലങ്ങ് വെതറി കൊടുത്താൽ മതി. നെയ്ച്ചോറിനാണെങ്കിൽ ഇതിപ്പം ബീഫ് ബിരിയാണി ആയതുകൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ. ഇനി ഏറ്റവും മുകളിൽ കുറച്ച് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഞാനപ്പം ആ ഒരു റൈസ് വേറൊരു ബേസിനിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 വലിയ സവോള എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് കൂടുതലും ആ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ എടുക്കണം. ബാക്കി നമ്മൾ ഇതേപോലെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി 3 വലിയ തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളകും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പച്ചമുളകൊക്കെ ലാസ്റ്റ് ബിരിയാണിക്കകത്ത് ഇങ്ങനെ മുഴുവനെയൊക്കെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചൊരു ഉപ്പും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു ബീഫിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ആ ഒരു സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മളിത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും കിട്ടും. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം, നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുഴഞ്ഞ് ഉടഞ്ഞ് വരണം. അപ്പോൾ ഇത് ഞാനിവിടെ നേരത്തെ ബീഫ് വേവിക്കാൻ എടുത്തതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ഒരു വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുവാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ സവാള വറുത്തതിൻ്റെ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് അങ്ങ് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തൈരും കൂടി, ഒരു 1/4 കപ്പോളം അധികം പുളിയില്ലാത്ത തൈരും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പണിയൊക്കെ ആയി വരുന്നുണ്ട്. നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു കുക്കറിൽ നമ്മൾ ബീഫ് വേവിച്ചുകൊണ്ട് തന്നെ നല്ല ഒരു സോഫ്റ്റായിട്ട് തന്നെ വെന്തും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു മണവും ഇപ്പം വരുന്നുണ്ട്.
കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ കുക്കറിനകത്തിട്ട് തന്നെ തിളപ്പിച്ചാൽ മതി. അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് പതിയെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഇരിപ്പുണ്ട്, അതൊന്ന് വറ്റി വന്നാൽ മാത്രം മതി കേട്ടോ. ആ മസാല നന്നായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും കൂടി ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് വിതറി കൊടുക്കാം. ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ റൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഇത് മസാല റെഡിയായി വരുവാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ വെന്ത് പാകമായിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് വെള്ളം അതിൻ്റെ ചുവട്ടിൽ കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കണം. റൈസിൻ്റെ മേളിലേക്ക് കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ വറുത്ത സവോളയും ഉണക്കമുന്തിരിയും മല്ലിയിലയും പുതിനയിലയും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിളായിട്ട് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി വീണ്ടും അടുത്ത ലെയറും കൂടി നമുക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത സവാളയും മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും പൈനാപ്പിൾ എസൻസും കുറച്ച് ഗരം മസാലയും കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബിരിയാണി ആയിരുന്നു ഇത്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഞാനിപ്പം ഗ്യാസ് ഓഫാക്കിയിട്ടില്ല, ഏറ്റവും സിമ്മിൽ തന്നെ വെച്ചേക്കാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ ഏറ്റവും സിമ്മിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കണം. അത് അടിക്കൊന്നും പിടിക്കത്തില്ല, കാരണം ആ ഒരു മസാലയ്ക്കകത്ത് ചെറിയൊരു വെള്ളമയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് എടുക്കുമ്പോഴത്തേക്കും അതെല്ലാം വറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ റൈസൊക്കെ ഇരുന്ന് നന്നായിട്ട് ദമ്മായിട്ട് വരികയും ചെയ്യും. മാവൊന്നും കുഴച്ച് ഈ ഒരു പാത്രത്തിൻ്റെ സൈഡിലൊന്നും ഒട്ടിക്കണമെന്നൊന്നുമില്ല, കാരണം നന്നായിട്ട് തന്നെ അമർന്നിരുന്നോളും. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇടിയലൊക്കെ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ വയ്ക്കാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കശുവണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബാക്കി സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമ്മൾ ആ ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് തുറക്കുമ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, കമൻസൊക്കെ രേഖപ്പെടുത്തണം. ഇനി ഇത് ഞാൻ ബേസിനിലേക്ക് കോരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. കാരണം ഒരു സ്ഥലത്ത് മസാലയും ഒരു സ്ഥലത്ത് റൈസും ആ ഒരു രീതിയിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അത് ഫുള്ള് ഞാനിങ്ങനെ പകരുന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ മിസ്സായിപ്പോയി കേട്ടോ. പിന്നെ നമ്മൾ പ്ലേറ്റിലെടുത്ത് വെച്ചേക്കുന്നത് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഒപ്പമുള്ള സൈഡ് ഡിഷായിട്ടുള്ള പച്ചമുളക് അച്ചാറിൻ്റെ വീഡിയോയും നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. നല്ലൊരു സൈഡ് ഡിഷായിട്ടുള്ളൊരു അച്ചാറാണ്. ഇതേപോലെ ബിരിയാണിക്ക് നെയ്ച്ചോറിനൊക്കെ പറ്റിയൊരു കിഡിലൻ അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.